Hello everyone, welcome back to our YouTube channel MJ and PJ Commerce Classes. +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കളക്ഷൻ ഓഫ് ഡാറ്റയിലെ അവസാനത്തെ പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തു. അതിലെ രണ്ട് മെത്തേഡുകളായിരുന്നു മെയിൽഡ് ക്വസ്റ്റിനെയർ മെത്തേഡും ക്വസ്റ്റിനെയേഴ്സ് ഫിൽഡ് ബൈ എന്യൂമറേറ്റേഴ്സും. ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റിനെയർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. Construction of questionnaire or schedule. What is a questionnaire? A questionnaire or a schedule is a list of questions relating to the problem under investigation. ഒരു ക്വസ്റ്റ്യനെയറിൽ ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏത് പ്രോബ്ലമായി ബന്ധപ്പെട്ടാണോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എന്താണ് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം? ഒരു ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നത് റെസ്പോണ്ടൻ്റ് ആണെങ്കിൽ ഒരു ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ക്വസ്റ്റ്യനെയർ എപ്പോഴും ഫില്ല് ചെയ്യുക റെസ്പോണ്ടൻ്റ് നേരിട്ടായിരിക്കും. അതേസമയം ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റർ തന്നെയായിരിക്കും. അതായത് ഇൻവെസ്റ്റിഗേറ്റർ ഈ റെസ്പോണ്ടൻറ്റിനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ റെസ്പോൺസ് ഇൻവെസ്റ്റിഗേറ്റർ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റെസ്പോൺസ് കിട്ടത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കവറിംഗ് ലെറ്റർ. എ വെരി പൊളൈറ്റ് കവറിംഗ് ലെറ്റർ ഷുഡ് ബി സെൻഡ് ടു ദ റെസ്പോണ്ടൻറ്റ് അലോങ് വിത്ത് ദ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയറിൻ്റെ കൂടെ ഒരു റിക്വസ്റ്റും കൂടി, ഒരു കവറിംഗ് ലെറ്റർ രൂപത്തിൽ ഒരു റിക്വസ്റ്റും കൂടി റെസ്പോണ്ടൻറ്റിന് അയച്ചു കൊടുക്കണം. ഇറ്റ് ഷുഡ് ക്ലിയർലി എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് ദ ഓബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ സർവേ. എന്താണ് ഈ സർവേയുടെ പർപ്പസ് എന്നുള്ളത് അതിൽ ക്ലിയറായി മെൻഷൻ ചെയ്തിരിക്കണം. ഇറ്റ് ഷുഡ് എൻഷുർ റെസ്പോണ്ടൻസ് അബൌട്ട് ദ സീക്രസി. റെസ്പോണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ സീക്രട്ടായി കീപ്പ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പും കൂടി റെസ്പോണ്ടൻറ്റിന് ഇൻവെസ്റ്റിഗേറ്റർ കൊടുക്കണം. മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് ആണെങ്കിൽ ഒരു സെൽഫ് അഡ്രസ്ഡ് സ്റ്റാമ്പ്ഡ് എൻവലപ്പും കൂടി ക്വസ്റ്റ്യനെയറിൻ്റെ കൂടെ റെസ്പോണ്ടൻറ്റിന് അയച്ചു കൊടുക്കണം. അതായത് ആരാണോ ഈ ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യുന്നത് അവർക്ക് ആ റെസ്പോൺസ് തിരിച്ചു കിട്ടാൻ വേണ്ടി അവരുടെ സെൽഫ് അഡ്രസ്ഡ് ഒരു എൻവലപ്പും കൂടി ക്വസ്റ്റ്യനെയറിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആക്കി അയക്കണം. എന്നാൽ മാത്രമേ റെസ്പോണ്ടൻറ്റിന് അത് തിരിച്ചയക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. ദെൻ സെക്കൻഡ് പോയിന്റ്, ഡിസിഷൻ റിഗാർഡിംഗ് ക്വസ്റ്റ്യൻസ്. ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യനെയറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ആദ്യമായി തീരുമാനിക്കണം. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്. These questions may be answered between two alternatives such as yes or no, right or wrong, true or false. അതായത് രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സിമ്പിൾ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ആൻസേഴ്സ് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, റൈറ്റ് അല്ലെങ്കിൽ റോങ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡു യു ഹാവ് എ കാർ. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഐദർ യെസ് ഓർ നോ. അനദർ എക്സാമ്പിൾ, are you interested in higher studies? Answer will be yes or no. ഇത്തരം ക്വസ്റ്റ്യൻസിനെയാണ് സിമ്പിൾ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യനെയറിൽ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ ചോയ്സ്, MCQs. ഇത്തരം ക്വസ്റ്റ്യൻസിൽ പോസിബിൾ ആൻസേഴ്സ് ഓപ്ഷനായി ക്വസ്റ്റ്യനെയറിൽ തന്നെ പ്രിൻ്റ് ചെയ്തിരിക്കും. റെസ്പോണ്ടൻ്റ് എന്ത് ചെയ്യണം? കറക്റ്റ് റെസ്പോൺസ് ടിക്ക് ചെയ്യണം. ഈ മെത്തേഡ് ടൈം സേവിങ്ങും ടാബുലേഷന് സഹായിക്കുന്നതുമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ ഡു യു കം ടു ഓഫീസ്. ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ബൈ വാക്കിംഗ്, ബൈ ബസ്, ബൈസിക്കിൾ, ടു വീലർ ഓർ കാർ, അങ്ങനെ പല ഓപ്ഷൻസും കൊടുക്കാം. ഇങ്ങനെ പല ഓപ്ഷൻസും ആയിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ജനറൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്പെസിഫിക് ക്വസ്റ്റ്യൻസിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കും ആർ യു മാരീഡ്. ദെൻ ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ആർ യു എംപ്ലോയിഡ്. അങ്ങനെ ജനറലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പെസിഫിക് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് സ്പെസിഫിക് ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ദ നെക്സ്റ്റ് ടൈപ്പ്, ഓപ്പൺ ക്വസ്റ്റ്യൻസ്.
റെസ്പോണ്ടൻറ്റ് സ്വന്തം വേർഡ്സിൽ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിനെയാണ് ഓപ്പൺ ക്വസ്റ്റ്യൻസ് പറയാം. ഫോർ എക്സാമ്പിൾ, ഹൗ ക്യാൻ ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ബി സോൾവ്ഡ്? അത് റെസ്പോണ്ടൻറ്റ് അവരുടെ വാക്കിൽ സ്വന്തമായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ക്യാൻ ദ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് ബി മെയിൻറ്റെയിൻഡ്? ഇതൊക്കെ ഓപ്പൺ ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾസ് ആണ്. ഇത്തരം 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണയായി ഒരു ക്വസ്റ്റ്യനെയറിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുള്ളത്. അതായത് സിമ്പിൾ ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, സ്പെസിഫിക് ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്പൺ ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ് സ്മോൾ ആസ് പോസിബിൾ. ലോങ് ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടൻസിന് ഫില്ല് ചെയ്യാനുള്ള താല്പര്യം കുറയ്ക്കുന്നു. റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്താനും പാടുള്ളൂ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിയുന്നത്രയും കുറയ്ക്കണം. എന്നാൽ മാത്രം റെസ്പോണ്ടൻസിന് അത് ഫില്ല് ചെയ്തിട്ട് അയക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, സിമ്പിൾ ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, അതേസമയം ക്ലിയർ ആയിരിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, അവോയ്ഡ് ക്വസ്റ്റ്യൻസ് റിക്വയറിങ് കാൽക്കുലേഷൻസ്. റെസ്പോണ്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ്, നോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. റെസ്പോണ്ടൻറ്റിന് ആൻസർ ചെയ്യാൻ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യനെയറിൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഇൻസ്ട്രക്ഷൻ ടു ദ ഇൻഫോർമൻറ്റ്. ക്വസ്റ്റ്യനെയർ എങ്ങനെ ഫില്ല് ചെയ്യണം, എവിടേക്ക് അയക്കണം, അഡ്രസ്സ് എന്താണ് എന്ന് തുടങ്ങിയുള്ള എല്ലാ ഇൻഫോർമേഷനും ഇൻസ്ട്രക്ഷനും പ്രോപ്പറായി ഇൻഫോർമൻറ്റിന് അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിന് നൽകിയിരിക്കണം. ക്വസ്റ്റ്യനെയർ ഷുഡ് ലുക്ക് അട്രാക്റ്റീവ്. അതായത് ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി പേപ്പറിലായിരിക്കണം, ആൻസർ ചെയ്യാൻ വേണ്ട സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, പ്രീ ടെസ്റ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പ്രീ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പൈലറ്റ് സർവേ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ശരിക്കുള്ള ആക്ച്വൽ സർവേ നടത്തുന്നതിന് മുൻപായിട്ട് അതിൻ്റെ സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സെലക്റ്റഡ് സെറ്റ് ഓഫ് റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് അത് ഫില്ല് ചെയ്ത് തിരിച്ച് വാങ്ങിക്കുന്നു. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രീ ടെസ്റ്റിംഗ് നടത്തുന്നതും ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മെത്തേഡ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്ന ടോപ്പിക്കാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. There are 2 methods of statistical enquiry. First one, census method, and second one, sample method. So first one, census method. Census method is that method in which data are collected covering every item of the universe or population relating to the problem under investigation. അതായത് എൻക്വയറി നടത്തുന്നത് പോപ്പുലേഷനിലെ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ അത്തരം മെത്തേഡുകളെ നമ്മൾ സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നു. പോപ്പുലേഷൻ സെൻസസ് ഈ സെൻസസ് മെത്തേഡിന് ഒരു എക്സാമ്പിളാണ്. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻഡിവിജ്വൽ യൂണിറ്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വേണം എൻക്വയറി നടത്താൻ. ചില യൂണിറ്റ് സെലക്ട് ചെയ്യാനും മറ്റ് ചിലവ ഒഴിവാക്കാനും നമുക്ക് ഈ മെത്തേഡ് അനുസരിച്ച് സാധിക്കില്ല. ഈ പോപ്പുലേഷൻ സെൻസസും സെൻസസ് മെത്തേഡും കൺഫ്യൂഷനായി പോകരുത്. സെൻസസ് മെത്തേഡിന് ഒരു എക്സാമ്പിളാണ് പോപ്പുലേഷൻ സെൻസസ്. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ്, സാമ്പിൾ മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് ദ ഐറ്റംസ് അണ്ടർ സ്റ്റഡി എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ടോട്ടൽ ഐറ്റത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ അല്ലെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. Meanwhile, a sample refers to a group or section of the population from which information is to be obtained. സാമ്പിൾ എന്ന് പറയുന്നത് മൊത്തം ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളിന് മൊത്തം പോപ്പുലേഷൻ്റെ സ്വഭാവം പ്രകടമാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സെൻസസ് മെത്തേഡും സാമ്പിൾ മെത്തേഡും ക്ലിയറായി മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. 1000 കുട്ടികളുള്ള ഒരു സ്കൂളിലെ കുട്ടികളുടെ മന്ത്ലി എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നമുക്ക് പഠിക്കണമെന്ന് കരുതുക. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ 1000 കുട്ടികളുടെയും അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ 1000 കുട്ടികളിൽ നിന്ന് 100 പേരെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് മെത്തേഡിനെ സെൻസസ് മെത്തേഡ് എന്നും
സെക്കൻഡ് മെത്തേഡിനെ സാമ്പിൾ മെത്തേഡ് എന്നും പറയുന്നു. മിക്കവാറും സർവേസ് സാമ്പിൾ സർവേ ആയിട്ടാണ് നടത്താറ്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പിള് റിലയബിളും ആക്യുറേറ്റും ആയിട്ടുള്ള ഇൻഫർമേഷൻ ചുരുങ്ങിയ ചെലവിലും സമയത്തിനുള്ളിലും പ്രൊവൈഡ് ചെയ്യുന്നു. സാമ്പിൾ സർവേക്ക് വളരെ കുറച്ച് എന്യൂമറേറ്റേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അവരെ സൂപ്പർവൈസ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും എളുപ്പമാണ്. സാമ്പിൾ സർവേയിൽ സർവേ ചെയ്യേണ്ട ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിനും അതിനുശേഷമുള്ള എൻക്വയറിക്കൊക്കെ സാധ്യമാവുന്നു. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സർവേസ് അല്ലെങ്കിൽ എൻക്വയറീസ് സാമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ്. ഫസ്റ്റ് ഡിഫറൻസ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എൻക്വയറി. Census method, in the case of census method, extensive enquiry is conducted as each and every unit of the population is studied. In the case of sampling method, limited enquiry is conducted as only few units of the population are studied. Census method extensive enquiry നടത്തേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ ഐറ്റത്തിനെയും കൺസിഡർ ചെയ്യുന്നു. അതേസമയം സാമ്പിളിംഗ് മെത്തേഡിൽ ലിമിറ്റഡ് എൻക്വയറി മാത്രമേ സാധ്യമാവുന്നുള്ളൂ. കാരണം നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സാമ്പിൾസ് മാത്രം സർവേ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് പോയിന്റ് ഓഫ് ഡിഫറൻസ്, എക്കണോമി. സെൻസസ് മെത്തേഡ് റിക്വയേഴ്സ് ലാർജ് എമൗണ്ട് ഓഫ് മണി, ടൈം ആൻഡ് ലേബർ. സെൻസസ് മെത്തേഡ് നടത്തണമെങ്കിൽ നമുക്ക് കൂടുതൽ പണം ആവശ്യമാണ്, ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, കൂടുതൽ ആളുകൾ വേണ്ടി വരും. ഇൻ ദ കേസ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ് റിലേറ്റീവ്ലി ലെസ് മണി, ടൈം ആൻഡ് ലേബർ ഈസ് റിക്വയേർഡ്. സാമ്പിളിംഗ് മെത്തേഡിൽ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് കുറവാണ്, ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് കുറവാണ്, അതേപോലെ തന്നെ അത് നടത്താൻ വേണ്ട എൻക്വയറി നടത്തുന്ന ആളുകളുടെ എണ്ണവും കുറവായിരിക്കും. Then third point, suitability. Census method is more suitable if population is heterogeneous in nature. വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന പോപ്പുലേഷൻ ആണെങ്കിൽ എല്ലാ എലമെൻസും കൺസിഡർ ചെയ്ത് സർവേ നടത്തുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് സെൻസസ് മെത്തേഡാണ് സ്യൂട്ടബിൾ. അണ്ടർ സാമ്പിളിംഗ് മെത്തേഡ് ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഇഫ് പോപ്പുലേഷൻ ഈസ് ഹോമോജീനിയസ് ഇൻ നേച്ചർ. പോപ്പുലേഷൻ ഒരേപോലത്തെ ആണെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ്, റിലയബിലിറ്റി ആൻഡ് ആക്യുറസി. റിസൾട്ട്സ് ആർ ക്വൈറ്റ് റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് അണ്ടർ സെൻസസ് മെത്തേഡ്. സെൻസസ് മെത്തേഡിൽ നമ്മൾ എല്ലാ ഐറ്റത്തിനെയും ഇൻക്ലൂഡ് ചെയ്ത് സർവേ നടത്തുന്നത് കൊണ്ട് റിസൾട്ട്സ് എന്തായിരിക്കും, ആക്യുറേറ്റും റിലയബിൾ ആയിരിക്കും. പക്ഷേ സാമ്പിളിംഗ് മെത്തേഡ് റിസൾട്ട്സ് ആർ ലെസ് റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കും. കാരണം നമ്മൾ സെലക്റ്റഡ് നമ്പേഴ്സോ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന റിസൾട്ട് അത്രത്തോളം റിലയബിളും ആക്യുറേറ്റും ആയിക്കൊള്ളണമെന്നില്ല. ലാസ്റ്റ് പോയിന്റ്, ഓർഗനൈസേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഓർഗനൈസ് ആൻഡ് സൂപ്പർവൈസ് സെൻസസ് മെത്തേഡ്. സെൻസസ് മെത്തേഡ് ഓർഗനൈസ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഒരു കോംപ്രഹെൻസീവ് ടാസ്ക് ആണ്. അതേസമയം സാമ്പിളിംഗ് മെത്തേഡ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസി ടു ഓർഗനൈസ് ആൻഡ് സൂപ്പർവൈസ്. സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സെൻസസ് മെത്തേഡിനെ അപേക്ഷിച്ച് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു സെൻസസ് മെത്തേഡ്, സാമ്പിളിംഗ് മെത്തേഡ് ഈസി ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് ഇത് തമ്മിൽ സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. സാമ്പിളിംഗ് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഫസ്റ്റ് വൺ റാൻഡം സാമ്പിളിംഗ് ആൻഡ് സെക്കൻഡ് വൺ നോൺ റാൻഡം സാമ്പിളിംഗ്. Under random sampling method, every item in the universe has equal chance of being selected in the sample. മൊത്തം യൂണിവേഴ്സിലെ മൊത്തം പോപ്പുലേഷനിലെ ഏതൊരു ഐറ്റത്തിനെയും സാമ്പിളായി സെലക്ട് ചെയ്യാൻ ഈക്വൽ ചാൻസ് ആണുള്ളതെങ്കിൽ അത്തരം സാമ്പിളിങ്ങിനെ നമ്മൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധന. ഈ വിലവർധന ഒരു ലൊക്കാലിറ്റിയിലെ ഫാമിലിയിലെ കുടുംബത്തിൻ്റെ ഫാമിലി ബഡ്ജറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കണമെന്ന് വിചാരിക്കുക. ഈ പഠനം നടത്താൻ നമുക്ക് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യണം. ഇതിനു വേണ്ടി ആ ലൊക്കാലിറ്റിയിലെ എല്ലാവരുടെയും പേര് ഓരോരോ ലോട്ടിൽ എഴുതി ഒരു ബോക്സിലിടും. ഇതിൽ നിന്ന് കുറച്ച് ലോട്ട് തിരഞ്ഞെടുക്കുന്നു. ഈ രീതിയിൽ ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊരു ഐറ്റം വേണമെങ്കിലും തിരഞ്ഞെടുക്കപ്പെടാനുള്ള ചാൻസ് ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള സാമ്പിളിംഗ് മെത്തേഡിനെയാണ് നമ്മൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൻ്റെ വേറൊരു പേരാണ് ലോട്ടറി മെത്തേഡ്.
Next method, non-random sampling method. In a non-random sampling method, all the units of the population do not have an equal chance of being selected. പോപ്പുലേഷനിലെ ഏതൊരു യൂണിറ്റും സെലക്ട് ചെയ്യപ്പെടാൻ ഈക്വൽ ചാൻസ് അല്ല ഉള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ കൺവീനിയൻസ്, ജഡ്ജ്മെൻറ്റ്, പേർപ്പസ് ഇവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. അത്തരം മെത്തേഡിനെയാണ് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. കളക്റ്റഡ് ഡാറ്റയും ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ കളക്റ്റഡ് ഡാറ്റ ആൻഡ് ആക്ച്വൽ വാല്യൂ ഓഫ് ഫാക്ട്സ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്ന് നോക്കാം. സാമ്പിൾ വാല്യൂവും പോപ്പുലേഷൻ്റെ ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് സാമ്പിളിംഗ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്ട് ചെയ്യുന്ന സാമ്പിളിൻ്റെ എണ്ണം കൂട്ടിയാൽ സാമ്പിളിംഗ് എറർ ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും. ഇനി സാമ്പിളിംഗ് എററിന് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ആവറേജ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്, 5 കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് ഹൈറ്റ് തന്നിരിക്കുന്നത് ഇഞ്ചസിലാണ്. ആ ഡാറ്റ എങ്ങനെയാണ്? 50, 55, 60, 65 ആൻഡ് 70. ഇവിടെ നമ്മൾ ആവറേജ് ഹൈറ്റ് എങ്ങനെയാണ് കാണാം? തന്നിട്ടുള്ള വാല്യൂസ്, ഇഞ്ചസിൽ തന്ന ഹൈറ്റിൻ്റെ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ 5 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് തന്നത്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 5 നമ്മൾ കണ്ടുപിടിക്കും. 50 പ്ലസ് 55 പ്ലസ് 60 പ്ലസ് 65 പ്ലസ് 70 ഡിവൈഡഡ് ബൈ 5. 300 ഡിവൈഡഡ് ബൈ 5, 60 ഇഞ്ചസ് ആണ് ആവറേജ് ഹൈറ്റ് എന്ന് നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ സാമ്പിളിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ 2 കുട്ടികളുടെ ഹൈറ്റ് മാത്രമാണ് നമ്മൾ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അവരുടെ ഹൈറ്റ് 50 ഇഞ്ചസും 60 ഇഞ്ചസും ആണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആവറേജ് ഹൈറ്റ് ആയിട്ട് കിട്ടുക 50 പ്ലസ് 60 ഡിവൈഡഡ് ബൈ 2, 55 ഇഞ്ചസ് എന്നായിരിക്കും. ആക്ച്വൽ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത് 60 ഇഞ്ചസ് ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് സാമ്പിളിംഗ് മെത്തേഡിൽ എസ്റ്റിമേറ്റഡ് വാല്യൂ ആയിട്ട് കിട്ടിയത് 55 ഇഞ്ചസ് ആണ്. ഇവിടെ എന്താണ് സാമ്പിളിംഗ് എററായി വന്നത്? എത്രയാണ് സാമ്പിളിംഗ് എറർ? ആക്ച്വൽ വാല്യൂയും സാമ്പിളിംഗ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 60 ഇഞ്ചസും സാമ്പിളിംഗ് വാല്യൂ എന്ന് പറയുന്നത് 55 ഇഞ്ചസും ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 5 ഇഞ്ചസ് ആണ്. ആ 5 ഇഞ്ചസിനെ നമ്മൾ സാമ്പിളിംഗ് എറർ ആയിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് വൺ, നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എക്വയറി ചെയ്യുമ്പോഴോ റെക്കോർഡ് ചെയ്യുമ്പോഴോ ടാബുലേറ്റ് ചെയ്യുമ്പോഴോ വരുന്ന എറേഴ്സിനെയാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എറേഴ്സിനേക്കാൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് സാമ്പിൾസിൻ്റെ നമ്പേഴ്സ് കൂട്ടിയത് കൊണ്ട് എറേഴ്സ് കുറയ്ക്കാൻ സാധിക്കില്ല. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഏതെല്ലാം തരത്തിലാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ. ഡാറ്റ റെക്കോർഡ് ചെയ്യുമ്പോഴോ ശേഖരിക്കുന്ന സമയത്തോ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് ഡാറ്റ അക്വിസിഷൻ എറേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി വാണ്ട് ടു കളക്ട് ദ പ്രൈസസ് ഓഫ് ആപ്പിൾസ്. നമുക്കറിയാം പ്രൈസസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാ ഷോപ്പിലും ഒന്നായിരിക്കില്ല. അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും അതിൻ്റെ ഫ്രഷ്നെസ്സിനനുസരിച്ചും അതിൽ മാറ്റം വരും. ഇത് നോൺ സാമ്പിളിംഗ് എറേഴ്സിന് കാരണമാവും. റിസൾട്ടിൽ വ്യത്യാസം വരാൻ ഇത് ചാൻസ് ഉണ്ടാക്കും. അത് ഒരു നോൺ സാമ്പിളിംഗ് എററായി മാറും. സെക്കൻഡ് വൺ, നോൺ റെസ്പോൺസ് എറേഴ്സ്. ഇൻ്റർവ്യൂവർക്ക് റെസ്പോണ്ടൻറ്റുമായി സെലക്ട് ചെയ്ത റെസ്പോണ്ടൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റാതെ വരികയോ കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ വരികയോ അഥവാ റെസ്പോണ്ടൻറ്റ് പ്രതികരിക്കാതിരിക്കുകയോ ചെയ്താൽ ഇത് നോൺ സാമ്പിളിംഗ് എററിന് കാരണമാകും. ദെൻ തേർഡ് വൺ, സാമ്പിളിംഗ് ബയാസ്. It occurs when a part of target population cannot be included in the choice of a sample. മൊത്തം പോപ്പുലേഷൻ്റെ ഒരു ഭാഗം ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സ്റ്റഡി ചെയ്യാൻ പറ്റാതെ വന്നാൽ അത് റിസൾട്ടിനെ ബാധിക്കും. റിസൾട്ടിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്.
ഇതും നോൺ സാമ്പിളിംഗ് എററിന് കാരണമാകും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി ഡാറ്റയുടെ 2 പ്രധാനപ്പെട്ട സോഴ്സസുകളെയാണ്. ഫസ്റ്റ് വൺ സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് സെക്കൻഡ് വൺ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ സെൻസസ് ഓഫ് ഇന്ത്യ. The Census of India provides the most complete and continuous demographic record of population. സെൻസസ് നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി രജിസ്ട്രാർ ജനറലിൻ്റെ ഓഫീസിനും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള സെൻസസ് കമ്മീഷണർക്കും ആയിരിക്കും. 10 വർഷത്തിലൊരിക്കലാണ് സെൻസസ് കണ്ടക്ട് ചെയ്യാറ്. ഫസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടന്നത് 1881-ലാണ്. ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ പോപ്പുലേഷൻ സെൻസസ് 1951-ലാണ് നടന്നത്. ഇന്ത്യയിലെ ലാസ്റ്റ് സെൻസസ് സർവേ നടന്നത് 2011-ലാണ്. സെൻസസ് ഒഫീഷ്യൽസ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട പലതരം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അതായത് ലിറ്ററസി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, മൈഗ്രേഷൻ, റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂഷൻ എന്നീ ഡാറ്റ എല്ലാം അവർ കളക്ട് ചെയ്യുന്നു. സെൻസസ് സർവേ റിപ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ പ്രോബ്ലംസ് പഠിക്കാനും അനാലിസിസ് നടത്താനും സാധിക്കും. സാധാരണയായി ഈ ക്വസ്റ്റ്യൻ വരാറുള്ളത് റൈറ്റ് എ ബ്രീഫ് നോട്ട് അബൌട്ട് സെൻസസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. നെക്സ്റ്റ്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. നാഷണൽ സാമ്പിൾ സർവേ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1950. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനായിട്ട് 1970-ൽ റീഓർഗനൈസ് ചെയ്തു. National Sample Survey Organization was established by Government of India to conduct nationwide surveys on socio-economic issues. അതായത് നാഷൻ വൈഡായിട്ട് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസിൽ സർവേ നടത്തി പഠനം നടത്തുക എന്നുള്ളതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പ്രധാനമായും ചെയ്യുന്നത്. ഈ സർവേ ചെയ്ത് കളക്ട് ചെയ്യുന്ന ഡാറ്റ നാഷണൽ സാമ്പിൾ സർവേ പല രീതിയിലും പബ്ലിഷ് ചെയ്യുന്നു. ജേർണൽസിൽ കൂടെ, പീരിയോഡിക്കൽസിൽ കൂടാതെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ ഒരു ജേർണലുണ്ട്, സർവേക്ഷണ എന്നാണ് അതിൻ്റെ പേര്. ആ ജേർണലിലൂടെയും റിലീസ് ചെയ്യുന്നുണ്ട്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ സാധാരണയായി ഏതൊക്കെ ഏരിയാസിലാണ് സർവേ നടത്തുന്നതെന്ന് നോക്കാം. ലിറ്ററസി, സ്കൂൾ എൻറോൾമെൻറ്റ്, യൂട്ടിലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ്, എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, ചൈൽഡ് കെയർ, യൂട്ടിലൈസേഷൻ ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നീ പല മേഖലയിലും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ സർവേസ് നടത്തുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ 2 സോഴ്സസ്, അതായത് സെൻസസ് ഓഫ് ഇന്ത്യയും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ കളക്ട് ചെയ്യുന്ന ഡാറ്റാസും നമുക്ക് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതിൽ പഠനം നടത്താനും സാധിക്കും. സോ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആദ്യമായി നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്ന എക്കണോമിക് ഫാക്ട്സിനെ നമ്മൾ ഡാറ്റ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഡാറ്റയെ പറ്റി മനസ്സിലാക്കുകയും അനലൈസ് ചെയ്യുകയും ആ പ്രോബ്ലത്തിന് കാരണമായ വസ്തുതകൾ കണ്ടെത്തുകയാണെന്നും നമ്മൾ പഠിച്ചു. പ്രൈമറി ഡാറ്റ കളക്ഷന് ഒരു സർവേയിലൂടെയാണ് സാധാരണ നടത്താറുള്ളത്. ഈ സർവേ വളരെ ശ്രദ്ധാപൂർവം പ്ലാൻ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ കണ്ടു. അതേസമയം പല ഏജൻസീസും ഡാറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു. ഇത്തരം ഡാറ്റയെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡറി ഡാറ്റ എന്ന് വിളിക്കുന്നു. ഏത് സോഴ്സിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെന്നും ഏത് മെത്തേഡ് ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യണമെന്നും എന്നത് നമ്മുടെ ഡാറ്റ കളക്ഷൻ്റെ ഓബ്ജക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കുകളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.